കേരളത്തിലെ ഹോട്ടലുകളിൽ വിതരണം ചെയ്യുന്ന പാചകവാതക സിലിണ്ടറിന്റെ വില 1000 രൂപ കുത്തനെ കൂട്ടിയിട്ട് എന്തേ നമ്മുടെ പൊതുവികാരത്തിന് ഒരു അനക്കവും ഇല്ല. ഇത് സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ്. പെട്രോൾ വില കൂട്ടി, അത് കക്കൂസ് റെഡിയാക്കാനല്ലേ? കേന്ദ്രത്തിൽ അത് കൂട്ടാലോ, അവർ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ? ഗ്യാസ് വില കൂട്ടി, അതിനെന്താ അത്ഭുതം? അത് കൂട്ടാനുള്ളതല്ലേ? നേരെ മറിച്ച് കേരളത്തിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് 1 രൂപയുടെ വർധനവുണ്ടായാൽ എന്തൊരു കുരുപൊട്ടലാണ്. ഇതാ ജനങ്ങളെ കൊള്ളയടിക്കുന്നേ, ജനങ്ങളെ പിഴിയുന്നേ, ഈ ദുരിതാവസ്ഥയിലും ജനങ്ങളുടെ പോക്കറ്റ് കട്ടുകൊണ്ടു പോകുന്നവരെന്നുള്ള പ്രതികരണങ്ങൾ നിങ്ങൾ കേൾക്കും. പക്ഷേ കേരളത്തിലെ ഹോട്ടൽ വ്യവസായം ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കുന്ന ഈ ഒരു തീരുമാനം വന്നിട്ട് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാകുന്നില്ല? അവിടെയാണ് നമ്മുടെ നാട്ടിലെ വികാരക്കാരുടെ ഇരട്ടത്താപ്പ് കാണേണ്ടത്. ഒരു മേഖല ഒന്നടങ്കം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതിനെക്കുറിച്ച് ഹോട്ടൽ ഉടമയായിട്ടുള്ള പാലക്കാടത്തെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള NMR റസാക്ക് പറഞ്ഞ വാചകം നിങ്ങൾ കേൾക്കണം. അതല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് വലിയ പ്രശ്നം. ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കാത്ത സമയത്ത് തന്നെ ഹോട്ടലുകളിൽ വില വർധനവ് നടത്തിയിരുന്നു. NMRൽ ഇപ്പോൾ ഒരു ചിക്കൻ ബിരിയാണിക്ക് 170 ആണ്. 170. ഇപ്പം ഈ ഗ്യാസ് സിലിണ്ടർ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വില കൂട്ടേണ്ടി വരും. ഇത് കഴിഞ്ഞ ഇപ്പം ഗ്യാസ് മാത്രമല്ല, മറ്റു പല സാധനങ്ങളും വില വർദ്ധിക്കണം. ഞങ്ങൾ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വേണ്ടത് കഴിക്കാൻ, ഇത് വാങ്ങിക്കാൻ ജനം വേണ്ടേ? ആ ഒരു പേടി ഞങ്ങൾക്കുണ്ടല്ലോ. വളരെ കോമ്പറ്റേറ്റീവായ ഒരു ബിസിനസ് മേഖലയാണിത്. അപ്പോൾ ആ പേടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ വില വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പരിഹാരമായി മാത്രം കാണുന്നില്ല. മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ വിറക് വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം ഈ ഒരു മേഖല പിടിച്ച് നിൽക്കാൻ കഴിയില്ല. ജനങ്ങൾ ഈ വാങ്ങൽ ശേഷി ഉണ്ടെങ്കിലല്ലേ വില വർദ്ധിപ്പിച്ചാലും മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ തങ്ങൾ വിറകിൻ്റെ ഭാഗത്തേക്ക് പോയി. വിറക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വല്ലാതെ വിറകിന് വില കൂടിക്കുന്നത്. 54 രൂപ ഉണ്ടായിരുന്ന വിറക് 80 രൂപയുടെ മേലെയായിരുന്നു. 80-85 രൂപയായി വില. അപ്പോൾ ഇത് എവിടെയാണ് ഇതുകൊണ്ട് അവസാനിക്കുന്നത്? ഞങ്ങൾക്കൊരു പിടുത്തമൊന്നുമില്ല. ഒരു എന്തായാലും എന്താ മീറ്റിങ്ങിൽ കൂടി ആലോചിച്ചിട്ട് നല്ലൊരു പ്രതീക്ഷിച്ചിരുന്നോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അങ്ങനെ കൂടുമെന്നുള്ള പ്രതീക്ഷിച്ചിരുന്നു. ഒരു 100-300 രൂപയുടെ വർധന നിങ്ങൾ ഒരു നാമമാത്രമായ വർധന ഉദ്ദേശിച്ചത്. കാരണം ഇത് ഇരുട്ടടിയാകുന്ന പ്രതീക്ഷിച്ചില്ല. അത് വല്ലാതെ ഒരു ഷോക്കായിപ്പോയി. പുറത്തിറങ്ങുന്ന മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. അതിന് ഭക്ഷണശാലകൾ അഥവാ ഹോട്ടലുകൾ ഉണ്ടായേ തീരും. ആ ഹോട്ടലുകൾ അവിടെ വരുന്ന മനുഷ്യരെ ഈ ഗ്യാസിന്റെ പേരിൽ, കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പണം പിടിച്ചു പറിക്കേണ്ട ഒരു അവസ്ഥ. അതായത് ഭക്ഷണ സാധനങ്ങളുടെ വില കുത്തനെ കൂടുമ്പോൾ അത് സ്വാഭാവികമായും ആരുടെ പോക്കറ്റാണ് കീറാൻ പോകുന്നത്? കേരളത്തിലെ ഹോസ്റ്റലുകളിൽ നിൽക്കുന്നവർ, ജോലികൾക്ക് പോകുന്നവർ, ഭക്ഷണശാലകളെ ആശ്രയിക്കുമ്പോൾ ഈ തീപിടിച്ച വിലയിൽ ഗ്യാസ് വാങ്ങി എങ്ങനെ അവർക്ക് നേരത്തെ പോലെ കൊടുക്കാൻ കഴിയും? ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമായ സന്ദർഭത്തിൽ തന്നെ കരിഞ്ചന്തക്കാരുടെ ആഘോഷം ആരംഭിച്ചിരുന്നു. അതൊന്നും തടയിടാൻ ഈ നാട്ടിൽ ഒരു സംവിധാനവുമില്ല. ഗ്യാസ് ഏജൻസികളുടെ ഉടമകൾ എന്നൊക്കെ പറയുന്നത് സംഘപരിവാറുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ചിലരായതുകൊണ്ട് തന്നെ അവർ അതിൽ പണം ഉണ്ടാക്കുന്നതിൽ ഇവർക്കൊരു സന്തോഷമാണ്. പക്ഷേ ഇതിലൂടെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇതാ കേരളത്തിൽ ഉപ്പിനും കർപ്പൂരത്തിനും വരെ വിലയെ എന്ന് പ്രചരിപ്പിക്കുന്ന വിഷജന്തുക്കൾ എന്തുകൊണ്ട് ഇതിനെതിരെ വാ തുറക്കുന്നില്ല എന്ന് ആലോചിച്ചു നോക്കിയേ. ചിലർ ചെയ്താൽ നല്ലത്. കാര്യം അവരെല്ലാം രാജവംശ പരമ്പരകളിലുള്ളവരാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ കയ്യും കെട്ടി അടിമകളെ പോലെ താണു വണങ്ങി നിൽക്കണം. രാജ്യത്താകമാനം ഗ്യാസ് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ കെൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് കേന്ദ്രഭരണം പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തെക്കുറിച്ച് ചർച്ചയാക്കാതെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ബിസിനസ്സുകാരെയും അല്ലെങ്കിൽ കച്ചവട സംരംഭങ്ങളെയെല്ലാം തകർത്തെറിയുന്ന രീതിയിലേക്ക് വിലക്കയറ്റം കുതിച്ചുയരുമ്പോൾ ഒരു മേഖല അപ്പാടെ പ്രതിസന്ധിയിലായിട്ടും അതിനെക്കുറിച്ച് ഒരു വേവലാതിയും വികാരവും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഉറങ്ങിയ പോലെ കിടക്കുന്ന ആ ശവങ്ങളുണ്ടല്ലോ, ഈ ശവങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ വരുമ്പോൾ സടകുടഞ്ഞെണീറ്റ് ഇവരുടെ വികാര പ്രകടനം നടത്തുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോ സാധാരണ നിങ്ങൾക്ക് ഇത് കൊടുക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെ പിടിച്ചുപറിയും കൊള്ളയും നടത്തിയാലും അതിനെതിരെ ഒന്നും ചോദ്യം ചെയ്യേണ്ട, ചോദിക്കുന്നത് അങ്ങ് കൊടുത്തേരെ. ഇത് പണ്ട് രാജഭരണകാലത്തെ കൽപ്പന പോലെയാണ്. ആ കൽപ്പനയെ നിങ്ങൾ വകവെച്ചു കൊടുക്കാൻ വേണ്ടി മൗന പിന്തുണ കൊടുക്കുന്നവർ മറ്റേതെങ്കിലും കാര്യം സംസ്ഥാനവുമായി ബന്ധപ്പെടുമ്പോൾ വലിയ അഭിപ്രായവും വലിയ മാധ്യമ ചർച്ചയായിട്ട് വരുമ്പോൾ ഇനിയെങ്കിലും നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവരുടെയെല്ലാം ഷൂനക്കൽ മനോഭാവം എന്താണെന്ന് നാട് തിരിച്ചറിയേണ്ടതുണ്ട്. സെലക്റ്റീവ് പ്രതികരണങ്ങൾ, സെലക്റ്റീവായിട്ട് എല്ലാ കാര്യത്തെയും വിലയിരുത്തുന്നു. പുറമെ നിന്നിട്ട് നിഷ്പക്ഷം ചമയുന്ന ഇമാതിരി ഷൂ വർക്കർമാരാണ് കേരളത്തിന്റെ ശാപമെന്ന് അടിവരയിട്ട് പറയേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഒരു മേഖലയെ അടിമുടി പ്രതിസന്ധിയിലാക്കിയ ഈ തീരുമാനം വന്നിട്ട് കേരളത്തിലെ ഒരു ചാനലുകൾ പോലും അതിനെ ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറാകാതെ നിശബ്ദരാകുന്നത്.